CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാനെത്തി നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത്. ഭയപ്പാടിനെതിരെയുള്ള കേരളത്തിന്റെ വികാരമാണ് നിലമ്പൂരിൽ കണ്ടതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ആര്യമ്പാവിൽ പ്രവർത്തിക്കുന്ന PNY സഭ ഫിനാൻസ് ലിമിറ്റഡിന്റെ ശാഖയിൽ കവർച്ചാശ്രമം നടന്നു. സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. നാട്ടുകൽ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. യുവ ഫുട്ബോൾ താരങ്ങൾക്ക് മാത്രമല്ല മുതിർന്ന കളിക്കാർക്കും ഡിമാൻഡ് ഏറെയാണ്. യുവതാരങ്ങൾക്കൊപ്പം ലേലത്തിൽ കരുത്തുകാട്ടി ക്ലബിന്റെ മുൻ താരങ്ങളും. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഫ്രണ്ട്സ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിലേക്കുള്ള താരലേലം ആഘോഷമായി നടന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിന്റെ 2ാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചനാട്ടുകര ചോളോട് ചെങ്ങണക്കാട്ടിൽ പ്രശാന്തിന്റെ മകൾ ആശിർ നന്ദയാണ് മരിച്ചത്. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാനെത്തി നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത്. ഭയപ്പാടിനെതിരെയുള്ള കേരളത്തിന്റെ വികാരമാണ് നിലമ്പൂരിൽ കണ്ടതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വലിയ വിജയത്തിന്റെ ആഹ്ലാദം പങ്കിടുന്നതിനു വേണ്ടിയാണ് ഷൗക്കത്ത് എത്തിയതെന്നും വളരെ സന്തോഷമുണ്ടെന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ വിജയമാണിതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ഭയപ്പാട് കൂടാതെ രേഖപ്പെടുത്തി. ഭയപ്പാടിനെതിരെ കേരളത്തിന്റെ ജനവികാരമാണ് നിലമ്പൂരിൽ കണ്ടത്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും കേരളത്തെ വീണ്ടെടുക്കുന്നതിനുള്ള യജ്ഞത്തിന്റെ പ്രയാണമാണ് നടത്തുവാൻ കഴിഞ്ഞതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. ഇതിന് നിയോഗമാകാൻ ഷൗക്കത്തിന് സാധിച്ചു. ഷൗക്കത്തിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ വിജയം, കൂട്ടുത്തരവാദിത്വം, അതാണ് അവിടെ വിജയിച്ചത്. ഓരോരുത്തരും ഏൽപ്പിച്ചത് ഭംഗിയായി നിർവഹിച്ചു. അതിൻ്റെ ഫലം നമുക്ക് ആ പോളിംഗ് ദിനത്തിൽ കാണുവാൻ സാധിച്ചു. ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം കേരളം ഒരു ഭയത്തിൻ്റെ നേരിലായിരുന്നു. അപ്പം അതിൽ നിന്നുള്ള മോചനം, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫലപ്രഖ്യാപനമാണ്. CCN മലപ്പുറം. ആര്യമ്പാവിൽ പ്രവർത്തിക്കുന്ന PNY സഭ ഫിനാൻസ് ലിമിറ്റഡിന്റെ ശാഖയിൽ കവർച്ചാശ്രമം നടന്നു. സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. നാട്ടുകൽ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥാപനത്തിന്റെ അകത്ത് കൗണ്ടറുകൾക്ക് മുകളിലും ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച ഭാഗത്തും മുളകുപൊടി വിതറിയ നിലയിൽ കണ്ടെത്തി. കൂടാതെ സ്ഥാപനത്തിലെ CCTV ക്യാമറകൾ നശിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു. കള്ളന്മാർ ലോക്കർ തുറക്കാനും ശ്രമം നടത്തിയതായി പോലീസ് വ്യക്തമാക്കി. നാട്ടുകൽ CI ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCN ചത്തല്ലൂർ. യുവ ഫുട്ബോൾ താരങ്ങൾക്ക് മാത്രമല്ല മുതിർന്ന കളിക്കാർക്കും ഡിമാൻഡ് ഏറെയാണ്. യുവതാരങ്ങൾക്കൊപ്പം ലേലത്തിൽ കരുത്തുകാട്ടി ക്ലബിന്റെ മുൻ താരങ്ങളും. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഫ്രണ്ട്സ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിലേക്കുള്ള താരലേലം ആഘോഷമായി നടന്നു. 3200 ലാൻഡ് FC കാക്കു താത്തനില്ല. 3200 ഫസ്റ്റ് ഗോൾ, സെക്കൻഡ് ഗോൾ ആൻഡ് ഫൈനൽ ഗോൾ. ബാബു സോൾഡ് 3200. നിലവിലെ ഏറ്റവും വില കൂടിയ താരം, ഇതുവരെ ലേലം വിളിച്ചതിൽ ഏറ്റവും വില കൂടിയ താരം അഹമ്മദ് ബാബു 3200.
മണ്ണാർക്കാട് കുമരംപുത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഫ്രണ്ട്സ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിലേക്കുള്ള താരലേലമാണ് ആഘോഷമായി നടന്നത്. വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ 15 വയസ്സ് മുതൽ 68 വയസ്സുവരെയുള്ള നാട്ടിലെ മുഴുവൻ ഫുട്ബോൾ താരങ്ങളും രജിസ്റ്റർ ചെയ്ത് ലേലത്തിൽ പങ്കെടുത്തു. 2000, 2200, 2400, 2400, 2600, 2800, 2800 Bangos first goal and second goal, final goal. 8 ടീമുകളിലേക്കായി 72 താരങ്ങളെയാണ് ലേലത്തിലൂടെ വിളിച്ചെടുത്തത്. യുവതാരങ്ങളെ സ്വന്തമാക്കാൻ ടീമുകൾ ലേലം കടുപ്പിച്ചെങ്കിലും ക്ലബിനായി കഴിഞ്ഞ കാലങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന മുതിർന്ന സ്റ്റോപ്പ് ബാക്ക് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാനും ടീമുകൾ അതേ ആവേശം കാണിച്ചു. ഇതിൽ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്തിനെ അടിസ്ഥാന വിലയ്ക്ക് തന്നെ ടീമുകൾ സ്വന്തമാക്കി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഫൽ തങ്ങളെ അടിസ്ഥാന വിലയിൽ നിന്നും ഉയർത്തിയാണ് ടീമുകൾ സ്വന്തമാക്കിയത്. എക്കാലത്തും ഫുട്ബോളിന് വലിയ പ്രാധാന്യം കൊടുത്തൊരു നാടാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കുമരംപുത്തൂരിൽ പള്ളിക്കുന്ന് എന്നുള്ള ഈ പ്രദേശം. അതിൻ്റെ ആരവങ്ങൾ ഇനിയും ഉയരുകയാണ്. പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായി അതിൻ്റെ ലേലം വിളി ഇവിടെ നടന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ക്ലബിൻ്റെ ഭാരവാഹികൾ വിശദീകരിച്ചുകൊണ്ടാണ് ഇത് നടന്നത്. മത്സരം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഭാരവാഹികൾ ഇവിടെ സൂചിപ്പിക്കും. ഏതായിരുന്നാലും ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇനി വരാൻ പോകുന്ന ഫുട്ബോൾ പോരാട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള അനുഭവത്തിലേക്ക് എല്ലാ ആളുകളെയും ആ മത്സര ദിവസം കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ക്ലബ് ജോയിന്റ് സെക്രട്ടറിയും ടൂർണമെന്റിന്റെ പൂർണ്ണ ചുമതലയുമുള്ള VP സജീർ നിയമാവലികൾ വിശദീകരിച്ച് ലേലത്തിന് നേതൃത്വം നൽകി. ക്ലബ് പ്രസിഡന്റ് റിയാസ് തങ്ങൾ, വൈസ് പ്രസിഡന്റ് സുൽഫിക്കർ, സെക്രട്ടറി ഷഫീഖ് കുത്തനിയിൽ, ട്രഷറർ സെയ്തലവി ചങ്കരത്ത്, എക്സിക്യൂട്ടീവ് മെമ്പർ സജീബ് ഒടുവിൽ, PM നൌഫൽ തങ്ങൾ, മെമ്പർമാരായ നിയാസ് പൂഞ്ചോല, കുന്നത്ത് സാലി, ഷഫീഖ് പുത്തൻപുര തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ക്ലബ് മെമ്പർമാരുടെയും നാട്ടുകാരുടെയും വലിയ പങ്കാളിത്തം തീർത്തും അത്ഭുതപ്പെടുത്തി. ഈ മാസം 28 വൈകിട്ട് 4 മണി മുതൽ മൈലാമ്പാടം ടേൺസിയിൽ ടൂർണമെന്റ് അരങ്ങേറുമെന്ന് ക്ലബ് കോർഡിനേറ്റർ സഹീർ അദീത്താൻ അറിയിച്ചു. CCN മണ്ണാർക്കാട്. ഭാരത് മാതാ പൂജയുമായി ബന്ധപ്പെട്ട് CPM ഉണ്ടാക്കിയ വിവാദം അവർ ഭാരതത്തെ ഒരു രാഷ്ട്രമായി ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണെന്ന് BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK സുരേന്ദ്രൻ. രാഷ്ട്രവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന വ്യാമോഹമാണ് ഭാരത് മാതാവിനെ അവഹേളിക്കുന്നതിന് പിന്നിലെ അജണ്ടയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളം അവരെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു രാഷ്ട്രമായിട്ടാണ് CPM കാണുന്നത്. EMS തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ 17 രാഷ്ട്രങ്ങളായ ഒരിതാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ മാതൃകയിൽ അവരുദ്ദേശിക്കുന്ന അതാണ്, രാജ്യത്തെ വിഭജിക്കുക. അപ്പോൾ രാഷ്ട്രദ്രോഹ ശക്തികൾക്ക് പ്രോത്സാഹനം നൽകുന്ന നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് കുടപിടിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കാരണം ഭാരതാംബയുടെ ക്ഷേത്രം 1936 മഹാത്മാഗാന്ധിജി വാരാണസിയിൽ ഉദ്ഘാടനം ചെയ്യേണ്ടായി. ഭാരതാംബയുടെ ക്ഷേത്രം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളായ ബാലഗംഗാധര തിലകനാണെങ്കിലും ശരി, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിലും ശരി, രവീന്ദ്രനാഥ് ടാഗോർ ആണെങ്കിലും ശരി, രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി അടക്കമുള്ള നമ്മുടെ വന്ദേ മാതരം രാജ്യത്തെ നമുക്ക് നൽകിയ ആ ബങ്കിം ചന്ദ്ര ചാറ്റർജി അടക്കം ഭാരത മാതാ കി ജയ്, മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരകാലത്ത് വിളിച്ചിരുന്നത് ഭാരത മാതാ കി ജയ് എന്നാണ്. ഭഗത് സിംഗൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കൊണ്ടു നടക്കുന്നതാണല്ലോ ഭഗത് സിംഗ് തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടതിന് തലേ ദിവസം എന്നെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലരുത്, അദ്ദേഹത്തിനോട് കോടതി ചോദ്യത്തിന് പറഞ്ഞാണ്, ബ്രിട്ടീഷുകാരനാൽ തൂക്കിക്കൊല്ലാൻ എന്നെ അനുവദിക്കരുത്. എൻ്റെ രാജ്യം ഭാരതം, ആ ഭാരത മാതാവിന് ജയ് വിളിച്ച് എനിക്ക് മരിക്കണം. തൂക്കുകയറിലേറിയതിന് ശേഷം മരിക്കുന്ന സമയത്ത് അദ്ദേഹം വിളിച്ച വാചകം ഭാരത മാതാ കി ജയ് എന്നാണ്. അതുകൊണ്ട് ഈ ഭാരതം, ഈ ഭൂമി, ഈ ലോകം
കാവി ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ഇവർ ശ്രീകൃഷ്ണനെ എതിർക്കണ്ടേ? കുരുക്ഷേത്ര യുദ്ധത്തിൽ കാവി പതാകയായിരുന്നില്ലേ അർജുനൻ തേര് നയിച്ചത്? കാവി പതാകയുമായിട്ട് കൊണ്ടല്ലേ? കാവി രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. CCN മലപ്പുറം. മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയും പുതുക്കുടി ചാരിറ്റി കൂട്ടായ്മയും സംയുക്തമായി SSLC +2 ഉന്നത വിജയികളെ അനുമോദിച്ചു. പയ്യനടം പുതുക്കുടിയിൽ വെച്ച് നടന്ന അനുമോദന സദസ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി സെക്രട്ടറി അജിത് പാലാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാനും നിങ്ങളെ പോലെ വിദ്യാർത്ഥി കാലഘട്ടം കഴിഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സന്തോഷവും അല്ലെങ്കിൽ അഭിമാനമൊക്കെ തോന്നുന്ന ഒരു നിമിഷം ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അല്ലെ ജയപരാജയങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാ മേഖലയിലും ഒരുപോലെ സംഭവിക്കണമെന്നില്ല അല്ലെ. ജയിക്കുന്നവര് അല്ലെ ഒന്നാം സ്ഥാനം കിട്ടുന്നത് ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് 1 എന്ന് പറയുന്നത് അല്ലെ. 2ാം സ്ഥാനം 2 അല്ലെ. 3ാം സ്ഥാനം 3. അപ്പോ ജയവും പരാജയവും ഒക്കെ എല്ലാ വ്യക്തികളുടെയും അല്ലെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിർണായക ഘട്ടങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കണം, അല്ലെങ്കിൽ ആ വിജയം മാത്രമല്ല അല്ലെ, വിജയിക്കുമ്പോൾ നമ്മളെ അനുമോദിക്കാനും നമുക്ക് നമ്മളെ പ്രശംസിക്കാനും നമുക്ക് ഒരുപാട് ഈ പറയുന്ന പ്രശംസാ പത്രങ്ങളും അല്ലെങ്കിൽ മൊമെന്റോയും അനുമോദനങ്ങളും ഒക്കെ തരാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ പരാജയപ്പെട്ടാൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പരാജയങ്ങളിൽ അർബൻ ഗ്രാമീൺ സൊസൈറ്റി നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളുടെ പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചാരിറ്റി കൂട്ടായ്മയുമായി സഹകരിച്ചുകൊണ്ട് SSLC +2 ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് അനുമോദന സദസ്സിന്റെ ഭാഗമായത്. കൂട്ടായ്മ പ്രസിഡന്റ് സോനു ശിവൻ അധ്യക്ഷനായ ചടങ്ങിൽ ഡോക്ടർ കമ്മാപ്പ ലഹരിവിരുദ്ധ സന്ദേശം കൈമാറി. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഒരു നീരാളിയാണ് ഈ ലഹരി മരുന്ന് എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ കണ്ണികൾ നിങ്ങളുടെ ഈ നമുക്ക് കണ്ടാൽ വളരെ നിഷ്കളങ്കമായി തോന്നുന്ന ഈ നാട്ടും പുറത്തു പോലും ഉണ്ടാവും എന്നല്ല ഉണ്ട്, എനിക്കറിയാം ഉണ്ട്. അപ്പൊ ഇതിന് പ്രതികരിക്കേണ്ടത് നിങ്ങൾ നാട്ടുകാരാണ്. മുമ്പൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം ഈ ലഹരി മരുന്നിന്റെ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലരും എന്നോട് പറഞ്ഞിരുന്നു, സാറേ സൂക്ഷിക്കണം, ഭയങ്കര അപകടകാരികളാണ്. ഞാൻ പറഞ്ഞ എന്താ അപകടം, എനിക്ക് 68 വയസ്സായി, ഇനിയിപ്പോ എനിക്ക് എന്ത് വന്നാൽ എന്താ നാട്ടിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് അവരോട്. പക്ഷേ നിങ്ങൾ ആ ഭയം കളയണം. നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇവരൊന്നും ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം കൂടി നമ്മുടെ ഈ പുതുക്കുടി കൂട്ടായ്മ നിങ്ങളുടെ ഈ ചാരിറ്റി ട്രസ്റ്റിന്റെ അതിന്റെ ലക്ഷ്യത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഈ പ്രദേശം ഇതൊരു ചെറിയ പ്രദേശമാണല്ലോ. ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കച്ചവടക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം മര്യാദക്ക് പറയാം, പിന്നെ അത് വേണ്ട രീതിയിൽ പറയാം, അവസാനിപ്പിക്കുക. ഇത്തരം റിപ്പോർട്ടുകൾ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പലർക്കും ആദ്യം പേടിയായിരുന്നു. പക്ഷെ മണ്ണാർക്കാട് നമ്മൾ ഈ മൂവ് എന്ന പരിപാടി തുടങ്ങി, അത് പിന്നെ റിപ്പോർട്ടിംഗ് വളരെയധികം കൂടി, ഒരുപാട് കച്ചവടക്കാരകത്തായി. ഇപ്പൊ പോലീസും എക്സൈസും ഒക്കെ പറയുന്നത് മണ്ണാർക്കാട് ഏരിയ ഏതാണ്ട് ക്ലിയർ ആയി എന്ന് പറയുന്നത്. KPS പയ്യനടം മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് പുതുക്കുടി കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങൾ വിശിഷ്ട വ്യക്തികളെ പൊന്നാടയണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു. അച്യുതൻ, കൃഷ്ണദാസ്, വാർഡ് മെമ്പർ ഇന്ദിര, ഗോപാലകൃഷ്ണൻ, രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിശിഷ്ട വ്യക്തികൾ ചേർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചാരിറ്റി കൂട്ടായ്മ സെക്രട്ടറി ഭാഗ്യരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ട്രഷറർ ഉണ്ണിക്കണ്ണൻ നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്.
മലപ്പുറം പുത്തനങ്ങാടിയിൽ സാന്ത്വന പരിചരണ രംഗത്ത് പുതിയ അധ്യായം കുറിച്ച് അങ്ങാടിപ്പുറം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ വിപുലീകരിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഒരു നാടിന്റെ കൂട്ടായ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഈ സംരംഭം ദുരിതം അനുഭവിക്കുന്ന അനേകർക്ക് വലിയൊരു ആശ്വാസമായി മാറും. പുത്തനങ്ങാടിയിലെ ശ്രീ ശരവണയിൽ റിട്ടയർഡ് ഹവിൽദാർ TP കുഞ്ഞിരാമൻ നായർ സൗജന്യമായി നൽകിയ 24 സെന്റോളം സ്ഥലത്താണ് ഈ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇരുനില കെട്ടിടം ഉയർന്നത്. 1 കോടി രൂപ മതിപ്പ് ചിലവിൽ പൂർത്തിയാക്കിയ കെട്ടിടം ഓരോ നിലയും 2500 ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണ്. അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്, ഫാർമസി, നഴ്സിംഗ് സ്റ്റേഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള പരിശീലന കേന്ദ്രം, പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥലം, ഫിസിയോതെറാപ്പി സെന്റർ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള പരിശീലന കേന്ദ്രം തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ ET മുഹമ്മദ് ബഷീർ MP, മഞ്ഞളാംകുഴി അലി MLA എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അദ്ദേഹം 23 സെന്റ് സ്ഥലം ഇതേപോലെ ഒരു കെട്ടിടത്തിന് നൽകിയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊക്കെ ശരിക്കും അത്ഭുതം തോന്നി. കാരണം 23 സെന്റ് സ്ഥലം, ഒരു 2 സെന്റ് സ്ഥലം തന്നെ കൊടുക്കാൻ വലിയ ആൾക്കാർക്ക് പ്രയാസമാണ്. റോഡൊന്നും വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ 10 പ്രാവശ്യം ചെന്ന് അവരോട് കൈകാലം പിടിക്കണം, എന്നാൽ മാത്രമേ ചെറിയൊരു 1/2 ഇഞ്ച് പോലും വിട്ടു തരുള്ളൂ. ആ ഒരു സ്ഥലത്ത്, ഇത്രയും വലിയ വിലയുള്ള ഒരു പ്രദേശത്ത് 23 സെന്റ് സ്ഥലം ഈ സ്ഥാപനത്തിന് നൽകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വിശാലത തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ശരിക്കും സല്യൂട്ട് ചെയ്യുന്നു. അദ്ദേഹം വലിയൊരു പണക്കാരനൊന്നല്ല. 93 വയസ്സായി അദ്ദേഹത്തെ കണ്ടറിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് 60-65 വയസ്സാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ ടീഷർട്ടൊക്കെ കാണുമ്പോ അതിനുള്ള ആരോഗ്യം ദൈവം സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. നടക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്, എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മനസ്സ് ചെറുപ്പമാണ്, വളരെ സന്തോഷമാണ്. ആ ഒരു മനസ്സാണ് ഇത്ര 23 സെന്റ് സ്ഥലം ഇതേപോലൊരു പ്രദേശത്ത് നൽകാൻ അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കൂടി ആർദ്രമായിട്ട് അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ദൈവം അതിനുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പാലിയേറ്റീവ് പ്രസിഡന്റ് MT കുര്യാക്കോസ്, സെക്രട്ടറി KT നൌഷാദ് അലി, ട്രഷറർ പ്രകാശ് മേനോൻ എന്നിവരും കെട്ടിട നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ ബേബി വാത്താച്ചിറ, ചോലയിൽ കുഞ്ഞിമൊയ്തീൻ, രാമച്ചത്ത് സേതുമാധവൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാനെത്തി നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത്. ഭയപ്പാടിനെതിരെയുള്ള കേരളത്തിന്റെ വികാരമാണ് നിലമ്പൂരിൽ കണ്ടതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ആര്യമ്പാവിൽ പ്രവർത്തിക്കുന്ന PNY സഭ ഫിനാൻസ് ലിമിറ്റഡിന്റെ ശാഖയിൽ കവർച്ചാശ്രമം നടന്നു. സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. നാട്ടുകൽ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. യുവ ഫുട്ബോൾ താരങ്ങൾക്ക് മാത്രമല്ല മുതിർന്ന കളിക്കാർക്കും ഡിമാൻഡ് ഏറെയാണ്. യുവതാരങ്ങൾക്കൊപ്പം ലേലത്തിൽ കരുത്തുകാട്ടി ക്ലബിന്റെ മുൻ താരങ്ങളും. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഫ്രണ്ട്സ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിലേക്കുള്ള താരലേലം ആഘോഷമായി നടന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിന്റെ 2ാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചനാട്ടുകര ചോളോട് ചെങ്ങണക്കാട്ടിൽ പ്രശാന്തിന്റെ മകൾ ആശിർ നന്ദയാണ് മരിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.